ഹലോ, സൗസ് കുക്ക് ബുക്ക് ആൻഡ് ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുഖത്തിന്റെ കളറ് കൂട്ടാനുള്ള ഒരു കിഡിലൻ ബ്യൂട്ടി ടിപ്സ് ആണ് ഞാൻ ചെയ്യാൻ പോണത്. അത് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പം അത് ഒന്ന് എന്താ പറയാ, പിന്നെ ഇതെല്ലാം ഞാൻ ഈ പറയുന്ന ബ്യൂട്ടി ടിപ്സുകളൊക്കെ മുഖത്ത് തേക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇട്ടതിന് ശേഷം വെയിലത്ത് പോകാൻ പാടില്ല. വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൺസ്ക്രീൻ ലോഷൻ തേച്ചതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നൈറ്റായിട്ട് രാത്രി ഇട്ടിട്ട് കളയുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എഫക്റ്റ് ഉണ്ടോന്നുള്ളത് നിങ്ങൾ പറയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഉണ്ടാക്കാൻ പോകുന്നത് ബ്യൂട്ടി ടിപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ്. അപ്പോൾ ഇനി ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഞാൻ കസ്തൂരി മഞ്ഞളാണ് മറ്റേ കടയിൽ നിന്ന് വാങ്ങിയതാണ്. മറ്റേ എന്താ പറയുക, ആയുർവേദ കടയിൽ നിന്ന് കസ്തൂരി മഞ്ഞൾ. നിങ്ങളടുത്ത് പച്ചമഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത് അതാണ്. കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക അതായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യാൻ പോണത് ഇതൊന്ന് കരിക്കണം. ഇത് ഫുള്ള് ഞാൻ എടുക്കാൻ പോവാണ്. സിമ്മാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് കരിക്കുമ്പോൾ ഉണ്ടാവണം. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ റിസൾട്ടാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വലിയ പാടൊന്നുമില്ല. ഇതൊന്ന് കരിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. കേടുവരൊന്നുമില്ല. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു കോഫി പൗഡറിൻ്റെ കളർ വരും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞളിൻ്റെ കളറൊക്കെ മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കയ്യിൽ നോക്കിയാൽ അറിയാം ഈ മഞ്ഞ കളർ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ബ്രൗൺ കളർ ആയിരിക്കുന്നത്. ഇത് ഒന്നും കൂടി ആവാണ്ട് ഇനി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതിൽ പൊടി ഇട്ട് കൊടുക്കുന്നതായിരുന്നു മഞ്ഞൾ ഇതാക്കിയിട്ടുള്ളത്, കരിച്ചത് നേരത്തെ ഞാൻ കാണിച്ചെന്നല്ലോ. ഇനി അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ബോഡി ഫുള്ള് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബോഡി ഫുള്ളും അതേപോലെ ഫേസും എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ കുഞ്ഞു കുട്ടികൾക്കും നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം മഞ്ഞളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫേസിന് മാത്രമുള്ളതാണ് എടുക്കുന്നത്. ഒരു ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനൊരു ഒരു ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു അര ടീസ്പൂൺ. ഇതിലുണ്ടായിരുന്നത് മോരാണ്. മോര് അര ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. ഇത് പാലാണ്, രാവിലെ തിളപ്പിച്ച പാലാണ്. അതിൽ നിന്ന് അതേപോലെ തന്നെ നമുക്കൊരു അര ടീസ്പൂണ് പാലൊഴിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഹണിയാണ്. ഹണി ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഡ്രൈ സ്കിന്നുള്ളവർ ഇതെല്ലാം യൂസ് ചെയ്യാം. എൻ്റെ ഡ്രൈ സ്കിന്നല്ല, പക്ഷേ എനിക്കിതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. തൈരും പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. എൻ്റെ ഓയിലി സ്കിന്നാണ്. ബട്ട് പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർ ഇതെല്ലാം ചേർക്കാം. ഓയിലി സ്കിന്നുള്ളവർ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഹണിയും പിന്നെ പാലും ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചേർക്കാം? റോസ് വാട്ടർ ചേർക്കാം. റോസ് വാട്ടറും ഈ പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി കരിച്ചതും മാത്രം ഉപയോഗിച്ചാൽ തന്നെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. പിന്നെ വേണ്ടത് ഒരു 2-3 തുള്ളി തേനാണ്. വളരെ കുറച്ച് മതി, ഒരു 2-3 ഡ്രോപ്പ് മതി. ഇത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. അല്ലാത്തവർ റോസ് വാട്ടർ മാത്രം ചേർക്കുക. റോസ് വാട്ടർ മാത്രം ചേർത്താൽ തന്നെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ പാല് കുറച്ചും കൂടി ചേർക്കാം. ലേശം കൂടി പാല് ചേർക്കാം. ഒരു കുഴമ്പ് രൂപത്തിലാവണം. ശരിക്കൊരു ചോക്ലേറ്റ് കളർ വന്നിട്ടുണ്ട്. ഇത് കോഫിയുടെ ഒരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പരുവത്തിലാക്കണ്ട. ഇത്രയും മതി. ഇതിൽ ലൂസാവണ്ട. ഇത്രയും ലൂസാക്കി ചെയ്താൽ മതി. ഇനി ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ലേശം മോരുണ്ടായിരുന്നു, കൂടി കുറച്ചുകൂടി. ഇതൊക്കെ വൈറ്റനിങ് ഏജൻ്റാണ്. അതായത് മോര് എന്ന് പറഞ്ഞതും ഹണി എന്ന് പറഞ്ഞതും അതേപോലെ പാല് ക്ലെൻസറാണ്. നമുക്ക് വെറുതെ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ മുഖമൊക്കെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ തണുത്ത പാലിരിക്കുന്നുണ്ടെങ്കിൽ ആ പാലൊരു കോട്ടണിൽ മുക്കിയിട്ട് ഒന്ന് മുഖത്ത് കൂടെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ കോട്ടണിൽ ഇതാക്കിയിട്ട് കണ്ണിൽ വെച്ച് കടന്നാലും കണ്ണിന് നല്ലൊരു തണുപ്പ് കിട്ടുന്ന ഒരു സംഭവമാണ് പാല്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിതാ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ഇതാക്കാം. കുറച്ച് കട്ടിയിലിടണം. കാരണം അത്യാവശ്യം ഈ പിമ്പിൾ മാർക്കൊക്കെ ഉള്ളവർ
കാര്യമായിട്ട് തന്നെ ഇടണം. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ അന്ന് ഒരു പിന്നെ ഐബ്രോന്റെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് തീരെ തിക്ക് കുറവായിരുന്നു. ഇപ്പൊ എൻ്റെ ഐബ്രോസ് നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഇതാ, ഞാനിപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടിരുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം എനിക്ക് ഒരു തിക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മാസത്തിന്റെ മേലെയായി ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഉണ്ടോ, ഇവിടെ എനിക്ക് ഞാനൊരു പീൽ ഓഫ് മാസ്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം കട്ടായി പോയത് അത് അവിടെ ഉണ്ടോ. അപ്പോൾ ഇത് വ്യത്യാസം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് ഒരു പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് വളരെ മെല്ലെ മെല്ലെയാണ് ഇതിൻ്റെ എഫക്റ്റുകൾ നമുക്ക് കിട്ടാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് മുഴുവൻ അപ്ലൈ ചെയ്യാം. ഇത് നെക്കിൽ കൂടി നമ്മൾ തേക്കണം. എന്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നെക്കിലും അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഇത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് കാണും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഇതപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വൈപ്പ് ഔട്ട് ചെയ്യാം. ഞാനിത് നല്ല വെള്ളം എടുത്തിട്ട് ഒരു കോട്ടനോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതാണ് റിസൾട്ട്. ഉണ്ടോ, ഇത് നമ്മുടെ മുഖത്ത് യാതൊരു പിന്നെ മഞ്ഞളിന്റെ യാതൊരു പിന്നെ ഇതും നിൽക്കണില്ല. ഈ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കിയ ഇങ്ങനെ മുഖത്ത് പാക്കിട്ട കാരണം അതിൻ്റെ അതൊന്നും മുഖത്ത് നിൽക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ അതിനാണെങ്കിൽ ഈ പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചെയ്ത കാരണമാണെങ്കിൽ നല്ല അതിൻ്റെ ഡബിൾ എഫക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ചെയ്തതിന് ശേഷമുള്ള ഒരു റിസൾട്ട്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു ലൈറ്റ് കൂടി എന്താ പറയുക, നമ്മുടെ സ്കിന്നിൻ്റെ കുറച്ചും കൂടി പിന്നെ ബ്രൈറ്റൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അടുത്തൊരു ബ്യൂട്ടി ടിപ്സ് ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ.